ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് 10 മണി ചെടിയുടെ വീഡിയോ ആണ്. വീഡിയോ ഇടാൻ കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എടുത്ത് ചോദിച്ചതാണ്, 10 മണി ചെടിയിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാനവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ എത്രത്തോളം മനസ്സിലായെന്നറിയില്ല. അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് കാസർഗോഡുള്ള എന്നെ വിളിച്ച് ചോദിച്ചു, ഒന്നും കൂടിയും 10 മണി ചെടിയുടെ വീഡിയോ ഇടും, എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവുക എന്നുള്ള ടിപ്സൊക്കെ ഒന്ന് പറയുമെന്നുള്ള ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ 10 മണി ചെടി നമുക്കറിയാം ഒരുപാട് ഇതിലുണ്ട് കേട്ടോ, ഒരുപാട് കളറിലുണ്ട്. അതുപോലെ തന്നെ മൾട്ടി പെറ്റൽ, ഡബിൾ പെറ്റലൊക്കെ ആയിട്ടുള്ളുണ്ട്. കാരണം സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഉണ്ട് കേട്ടോ, മൾട്ടി പെറ്റലായിപ്പോയി. അപ്പോൾ നമുക്ക് ഒരു ഇതള്, ഇപ്പോൾ ഒരു ഇതള് ഇവിടെ തന്നെ യെല്ലോ കളറുണ്ട്, ഒരു ഉണ്ട റോസാപ്പൂവിൻ്റെ കളറിലുണ്ട്. ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പം പൂക്കൾ കാണുന്നില്ല. ഇപ്പോൾ അതുപോലെ തന്നെ വൈറ്റ്, പിങ്ക്, മജന്ത, ഓറഞ്ച്, അതുപോലെ തന്നെ യെല്ലോ, എല്ലാ കളറിലും നമുക്ക് 10 മണി ചെടി ഒരുപാട്. ഇപ്പോൾ 10 മണി ചെടി മാത്രം പിന്നെ വിൽക്കുന്ന നഴ്സറികളൊക്കെ ഉണ്ട് കേട്ടോ. 10 മണി ചെടി പിന്നെ വിറ്റിട്ട് ഒരുപാട് കാശുണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ 10 മണി ചെടി നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാനാണ്. 10 മണിക്കാണ് പൂക്കൾ വരിക. ഒരു 9:30 ആകുമ്പോഴേക്ക് പൂക്കൾ വിരിഞ്ഞിട്ട് വൈകുന്നേരം വാടിപ്പോകുന്ന സ്ഥിതിയാണ് 10 മണി ചെടിക്ക് ഉണ്ടാവാറുള്ളത്. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് കളറിൽ നമുക്ക് എന്താ പറയുക, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവും കൂടിയും ടച്ച് ചെയ്തിട്ട് നമുക്ക് വേറെ കളറൊക്കെ വിത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ കൂടുതൽ നമ്മൾ സ്റ്റെമ്മ് വെച്ചിട്ടാണ് പ്രൊപ്പഗേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ 10 മണി ചെടിക്ക് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് 10 മണി ചെടിയെ കൊണ്ടുവയ്ക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ 10 മണി ചെടിയിൽ നിറയെ പൂക്കളുണ്ട്. അപ്പം നല്ല വെയിലത്ത് വെക്കാൻ നോക്കുക. രണ്ടാമത്തെ നമ്മൾ ദിവസവും നനച്ചു കൊടുക്കുക. ഞാൻ നനച്ചു കൊടുക്കാറുള്ളത് രാവിലെയാണ്. അപ്പം നിങ്ങൾ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് നനച്ചു കൊടുക്കുക. അപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ നനച്ചു കൊടുക്കുക. ഞാൻ രാവിലെ നനച്ചു കൊടുക്കുന്നത് എന്താ, പിന്നെ വെയിലിൻ്റെ ഒരു ചൂടുകൊണ്ട് കുറച്ച് രാവിലെ തന്നെ ഒരു 8:30, 9 ഉള്ളിൽ ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ നനച്ചു കൊടുക്കാറ്. അപ്പോൾ ദിവസവും നമ്മൾ 10 മണി ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഫെർട്ടിലൈസർ നിർബന്ധമായിട്ടും കൊടുക്കണം. നമുക്ക് പച്ചച്ചാണകം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ പച്ചച്ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിത്തോല് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അത് എൻ്റെ ഇരട്ടി വെള്ളം, ഉള്ളിത്തോലിയൊക്കെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് അതിന് ഇരട്ടി വെള്ളം കൂടി ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചാരം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കലക്കിയിട്ട് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് അതും ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കാകും. പിന്നെ നമ്മൾ ഞാൻ കൊടുക്കുന്നൊരു വളം എന്ന് പറയുന്നത് NPK 19 ആണ്. അപ്പോൾ ആ ഒരു വളം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിന് 1 ഗ്രാം എടുത്തിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് അതിൽ നന്നാക്കി കലക്കിയിട്ട് ഇത് ചെടീൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒഴിച്ച് കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പം എന്തായാലും വളം കൊടുക്കണം. നമ്മൾ മാറി 10 മണി ചെടിക്ക് മറ്റു ചെടികൾക്ക് കൊടുക്കും പോലെ വളം കൊടുക്കണം. നമ്മൾ ചെടി നട്ടിട്ട് ഒരു തണലത്തൊക്കെ കൊണ്ട് വെച്ച് ഒരു വളവും കൊടുക്കാതിരുന്നാൽ ഒന്നും പൂക്കൾ ഉണ്ടാവില്ല. ഇതിന് മെയിനായിട്ട് വേണ്ടിയത് വളം കൊടുക്കണം. ഫസ്റ്റ് മെയിൻ നോക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക, വെയിലാണ് കേട്ടോ. നല്ല വെയിലുള്ള ഏരിയയിൽ ഇത് സെറ്റ് ചെയ്യാൻ നല്ല വെക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ചെടി നമുക്കറിയാം പ്രൂണിങ് ചെയ്തിട്ട്, അതായത് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന പ്ലാന്റ്സും കൂടിയാണ്. നമ്മൾ ഒരു ദിവസം നമ്മളൊരു പുതിയ ഒരു കട്ടിങ്സ് നട്ട് കൊടുത്താണെങ്കിൽ ഒരു ദിവസം നമ്മൾ തണലത്ത് വെച്ച് മതി. രണ്ടാമത്തെ ദിവസം നമ്മൾ വെയിലത്തേക്ക് എടുത്ത് വെക്കണം. ഒരിക്കലും നമ്മൾ ആ തണലത്ത് തന്നെ വെക്കരുത്. രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്, വെയിലത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് പൂക്കൾ കുറയും. ഇപ്പോൾ ചില വീഡിയോ പൂക്കൾ വൈകുന്നേരം എടുത്തതുണ്ട്, പൂക്കൾ കഴിഞ്ഞ സമയത്ത് എടുത്തതുകൊണ്ട്, പൂക്കളുള്ള സമയത്ത് എടുത്ത വീഡിയോ എല്ലാം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. നമ്മൾ പിന്നെ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, പ്രോണിങ് ആണ്. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊമ്പുകളൊക്കെ വന്ന് ഒരുപാടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് പ്രോണിങ് ചെയ്ത് കൊടുക്കട്ടോ. പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചിലപ്പോൾ എന്തൊരു മടി ഉണ്ടാവും, ഒരുപാട് പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് വെട്ടാനൊക്കെ മടി ഉണ്ടാവും. എങ്കിലും ഞാനിതപ്പോൾ എല്ലാം കുറച്ചൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ കുറഞ്ഞത് അതിനോ മുഴുവനായിട്ട് നമുക്ക് പ്രൂണിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചട്ടിയിൽ നട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2-3 ഞാൻ നിങ്ങളെ പ്രൂണിങ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാൻ പോകുകയാണ്. ആദ്യം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക. രണ്ടാമത്തെ നമ്മൾ ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂന്നാമത്തെ നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം വളം കൊടുക്കുക. നാലാമത്തെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ പ്രൂണിങ്ങും ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്.
ഇപ്പോൾ വർഷത്തിൽ നമ്മൾ 2-3 പ്രാവശ്യം 10 മണി ചെടിയെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൽ ഹാർഡ് പ്രൂണിങ് ചെയ്യുക, സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുക. ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇപ്പം പൂക്കൾ കാണില്ല, കുറച്ചും കൂടിയൊക്കെ ഇലകളൊക്കെ വരണം. സോഫ്റ്റ് പ്രൂണിങ് എന്ന് വെച്ചാൽ പകുതി വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് അതുപോലെ പകുതി വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്നും വിചാരിക്കേണ്ട, ഒരു മടിയും വിചാരിക്കാതെ നല്ല രീതിയിൽ എല്ലാ കമ്പും നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ വളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ 10 മണി ചെടി നല്ല രീതിയിൽ വളരും കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഞാനിപ്പോൾ ഒരു 3 മണിക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഞാനെക്കൊണ്ട് ഇന്നിപ്പോൾ നട്ട് കൊടുക്കില്ല, ഞാൻ എൻ്റെ കമ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനത് നല്ലൊരു വൈകുന്നേരം ഒരു 5-6 മണിയായിട്ടേ നട്ട് കൊടുക്കുള്ളൂ. നട്ട് കൊടുക്കുന്നതും കൂടി ഇതിൽ കാണിച്ചിട്ട്, ഈ അടുത്ത് ഞാൻ കാണിച്ചതാണ് വീഡിയോയിൽ. നട്ട് കൊടുക്കുന്നതും കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ്സ് നമുക്ക് ഇത് വെട്ടി കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിങ്സ് കിട്ടും കേട്ടോ. ഒരുപാട് കട്ടിങ്സ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോട്ടിൽ തന്നെ ഒരു 10-15 നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 10 മണി ചെടി നട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ 10 മണി ചെടി നട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ നമ്മളെല്ലാ ചെടി നട്ട് കൊടുത്തിട്ടുള്ള വെള്ളം നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ 10 മണി ചെടി നടാൻ വെക്കുന്ന ആ ഒരു പോട്ടി മിക്സ് നിറച്ച ചട്ടിയിൽ പോട്ടി മിക്സൊക്കെ നിറച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ആ മണ്ണ്, മണൽ, ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട്, മണ്ണ്, മണൽ, ചാണകപ്പൊടി, കൊക്കോപ്പിറ്റൊന്നും വേണമെന്നില്ല, മണ്ണ്, മണൽ, ചാണകപ്പൊടിയും കൂടി പിന്നെ ഇത് പോട്ടി മിക്സ് 3 കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ നമ്മൾ ചെടി നട്ടാൻ വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ നനച്ച് കൊടുക്കുക. നമുക്കൊരു കമ്പ് വെച്ചിട്ടോ ഒരു വിരൽ വെച്ചിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഓൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ എത്ര ഓൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത്രത്തോളം ഓൾസ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം ഓൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 1-2 കമ്പ് വെച്ചിട്ട് നമുക്ക് നട്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒരു 3 ചട്ടിയിലേക്കുള്ള ഇതിൻ്റെ സ്റ്റെമ്മ് കിട്ടും കേട്ടോ. അത്രയ്ക്കും കമ്പുണ്ടാകും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ പ്രൂണിങ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കുലകുത്തി പൂക്കൾ എന്നൊക്കെ പറയില്ലേ, കാട് പോലെ പൂക്കൾ ഉണ്ടാകും 10 മണി ചെടിയിൽ കേട്ടോ. നമുക്ക് വേറൊരു ചെടിയും വേണമെന്നില്ല, പക്ഷെ നമ്മൾ പ്ലാന്റ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാ ചെടികളും വളർത്തു. അപ്പോൾ വേറെ ചെടികൾ വേണമെന്നില്ല. 10 മണി ചെടി തന്നെ ഒരുപാട് വെറൈറ്റി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഹാങ്ങിങ് ടൈപ്പിൽ 10 മണി ചെടിയുണ്ട്, വലിയ പൂക്കളുള്ള 10 മണി ചെടിയുണ്ട്, അതുപോലെ നല്ല റോസാപ്പൂ പോലെ തോന്നിക്കുന്ന 10 മണി ചെടി, അതിൻ്റെ യെല്ലോ കളറ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ കാണുന്നവർക്ക്, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, കാരണം എല്ലാം കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും, കാരണം ഒരുപാട് ചട്ടി വേണ്ടി വരും. അപ്പോൾ ഈ ഒരു 3 ഇത് ഞാൻ ഈ അടുത്ത് കട്ട് ചെയ്തതാണ്, എങ്കിലും കുറച്ച് കമ്പ് നീണ്ട് വന്നാൽ കൂടി ഞാനിത് വൈറ്റും യെല്ലോയും ആ ഒരു പിങ്ക് മജന്ത കളറും കൂടിയാണ് കേട്ടോ ഈ 2 ചട്ടിയിലുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് കമ്പ് വെട്ടി കൊടുക്കുകയാണ്, കാരണം നമ്മൾ ആ ഒരു പിന്നെ ഓറഞ്ച് കളറിൻ്റെ ഉള്ളിൽ ഇതും കൂടി നട്ട് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും കൂടി കുറച്ച് കട്ടിങ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ 3 ഞാനിപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് ചെറുതാക്കി, അതായത് കമ്പ് നല്ല രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ വെട്ടിയെടുത്തതിന് ശേഷം ഒരു വൈകുന്നേരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ NPK 19 എന്നുള്ള അത് എടുത്തിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട്, വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ എന്താ ഒഴിച്ചെടുക്കുക. ഏതൊരു പ്ലാന്റ്സും, അതായത് ബോഗൻവില്ല പ്ലാന്റ്സും, തെച്ചിയും, അല്ലെങ്കിൽ 10 മണി ഏതൊരു പ്ലാന്റ്സും നമ്മൾ പ്രൂണിങ് ചെയ്താൽ എന്തായാലും അവർക്ക് വളം കൊടുക്കണം. വളം കൊടുത്താലാണ് ഒരു നല്ല കരുത്തോടെ വളരാൻ. അപ്പോൾ ചാണകപ്പൊടി ആണെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബോൺ 19 എന്നുള്ള വളം ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ചെടി പിന്നീട് ഞാൻ വെട്ടോളും, കാരണം മുഴുവനായിട്ട് എല്ലാം കൂടി വെട്ടിയിട്ടുണ്ടെങ്കിൽ നട്ട് കൊടുത്താൽ ചട്ടി മാത്രം പോരാ, നമുക്ക് പോട്ടി മിക്സും വേണ്ടേ, മണ്ണും ചാണകപ്പൊടിയൊക്കെ വേണ്ടേ. അതുകൊണ്ട് കുറേശ്ശാണ്. ഇപ്പം തന്നെ എനിക്കൊരു 10-14 ചട്ടി തന്നെ എന്തായിട്ടുണ്ട്, 10 മണി ചെടി ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രത്തോളം കട്ടിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നട്ട് കൊടുത്താൽ നാളെ ഒരു ദിവസം എനിക്ക് അവിടെ വെച്ചാൽ മതി, മറ്റന്നാൾ രാവിലെ തന്നെ എനിക്ക് വെയിലത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 10 മണി ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും.